ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മണ്ഡലത്തിലെ ജനറൽ ആശുപത്രി കെട്ടിടം അപകടാവസ്ഥയിൽ 17 വർഷം മാത്രം പഴക്കമുള്ള കെട്ടിടമാണ് നിർമ്മാണത്തിലെ അപാകതകൾ മൂലം തകർന്നുകൊണ്ടിരിക്കുന്നത്. അപകട സാധ്യതയുണ്ടായിട്ടും കെട്ടിടം ഉപയോഗിക്കുന്നത് രോഗികളുടെയും ആശുപത്രി ജീവനക്കാരുടെയും ജീവന് ഭീഷണിയാവുകയാണ്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ പ്രധാന ബ്ലോക്കായ B&C കെട്ടിടത്തിന്റെ അവസ്ഥയാണിത്. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പൊളിക്കാനിട്ടിരിക്കുന്ന ഈ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും ഇപ്പോഴും വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട്. B&C കെട്ടിടത്തിന്റെയും ശുചിമുറിയുടെയും ഭാഗങ്ങളിലെ തൂണുകളിൽ കോൺക്രീറ്റ് ഇളകി മാറി ദ്രവിച്ച കമ്പികൾ പുറത്ത് കാണാം. കെട്ടിടത്തിൽ ഏറ്റവും മുകളിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ ചോർന്നൊലിക്കുകയാണ്. ഈ 4 നില കെട്ടിടത്തിലാണ് ഗൈനക്കോളജി, കുട്ടികളുടെ വാർഡ്, ICU എന്നിവ പ്രവർത്തിക്കുന്നത്. ദിവസവും നിരവധി പേർ ഉപയോഗിക്കുന്ന ശുചിമുറികളുള്ള ഈ ബ്ലോക്കിലെ മിക്ക സ്ഥലങ്ങളും വൃത്തിഹീനമാണെന്നും പരാതിയുണ്ട്. കഴിഞ്ഞ കുറേ മാസങ്ങളായി അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി ആശുപത്രിയെ മാറ്റിയിരിക്കുകയാണ്. ഇവിടെ വരുന്ന രോഗികൾക്ക് മരുന്നില്ല, ഇവിടെ വരുന്ന രോഗികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഏറ്റവും വലിയ ബ്ലോക്കാണ് B&C ബ്ലോക്ക്. തകർച്ചയുടെ വക്കിലാണെന്ന് റിപ്പോർട്ടുകളിരിക്കെ ബഹുമാനപ്പെട്ട മന്ത്രി അത് സമ്മതിച്ചെന്നിരിക്കെ അതിനൊരു പരിഹാരം കാണുവാൻ വേണ്ടി ഈ നിമിഷം വരെ സാധിച്ചിട്ടില്ല. ആശുപത്രിയിലെ പ്രധാന ലിഫ്റ്റ് സംവിധാനവും പ്രവർത്തനരഹിതമാണ്. അറ്റകുറ്റപ്പണികൾക്കായി നിലവിൽ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് ജനറൽ ആശുപത്രിയിലെ ഉപകരണങ്ങൾ മാറ്റിയിരിക്കുകയാണ്. പുതിയ കെട്ടിടത്തിന്റെ പണി അനന്തമായി നീളുന്നതിനാൽ ജനറൽ ആശുപത്രിയിലെത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും അപകടഭീതിയിലാണ് കഴിയുന്നത്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.